ഹായ് ഓൾ, എന്റെ പേര് രേഷ്മ. നമ്മൾ ഇന്ന് പുതിയൊരു സബ്ജക്ട് തുടങ്ങാൻ പോവാണ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഇന്നത്തെ ക്ലാസ്സില് ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞ സബ്ജക്റ്റില് എന്തൊക്കെ ടോപ്പിക്സ് ആണ് ഇനി നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ യൂണിറ്റ്സ് ഇതിന്റെ അകത്ത് വരുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് ഐഡിയ ആണ്. അപ്പൊ ആദ്യം തന്നെ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അഥവാ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയിലെ ഒരു ഓർഗനൈസേഷനിലെ ടോപ്പ് മാനേജ്മെന്റിനെയും എംപ്ലോയീസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിനകത്ത് റിക്രൂട്ട്മെന്റ് സെലക്ഷൻ വരും, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് വരും, എംപ്ലോയി ഗ്രീവൻസ് റിഡ്രസൽ വരും, എംപ്ലോയി പെർഫോമൻസ് അപ്രൈസൽ വരും, HR പോളിസീസ് വരും, ഡിസിപ്ലിനറി ആക്ഷൻസ് വരും. ഇതൊക്കെ HRM-ന്റെ അകത്ത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പോ നമ്മുടെ ഈ സബ്ജക്റ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് കവർ ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ അകത്ത് എന്തൊക്കെ പ്രോസസ്സസ് വരുന്നുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ ആയി ബന്ധപ്പെട്ട സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ഇതിനെയൊക്കെ കുറിച്ചിട്ടാണ് ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു ബ്രീഫ് ഐഡിയ തരാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു പ്രോസസ്സിനെ കുറിച്ച്, അതുമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ മുഴുവൻ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഒരു ബ്രീഫ് ഐഡിയ തരാം. അതിന് എക്സാമ്പിൾ ആയിട്ട് എടുക്കുവാണെങ്കിൽ, നമ്മുടെ ഒരു സ്കൂളിൽ ഒരു ഫംഗ്ഷൻ നടക്കുവാണ്. അപ്പൊ ആ ഒരു ഫംഗ്ഷൻ നടക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മുന്നേ കൂട്ടിയിട്ട് പ്ലാൻ ചെയ്യും. ചീഫ് ഗസ്റ്റ് ആര് വേണം, അതല്ലെങ്കിൽ ഫുഡ് ആരെ ഏൽപ്പിക്കണം, എത്ര പേർക്ക് വെള്ള ഫുഡ് വേണം, എന്തൊക്കെ പ്രോഗ്രാംസ് വേണം, അതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യും. മുന്നേ കൂട്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും. അങ്ങനെ ആ പ്ലാനിങ്ങിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം നമ്മൾ മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിലൊരു ക്യാപിറ്റൽ അല്ലെങ്കിൽ കുറച്ച് ക്യാഷ് ഉണ്ടാവും. ആ ക്യാഷും നമ്മുടെ ആവശ്യങ്ങളും തമ്മിൽ ഓക്കെ ആണോ, ആ ക്യാഷ് വെച്ച് നമ്മുടെ ആവശ്യങ്ങൾ നടക്കുമോ നമ്മൾ നോക്കും. നടക്കില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എങ്ങനെ ക്യാഷ് അറേഞ്ച് ചെയ്യാൻ നോക്കി അറേഞ്ച് ചെയ്തിട്ട് പ്രോഗ്രാം നടത്തുന്നു. അതേപോലെ തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിലും വരുന്നത്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ ഓർഗനൈസേഷനിലെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കിയിട്ട് നമ്മുടെ HR-ന് അത്രത്തോളം ക്യാപ്പബിൾ ആണോ, എന്തെങ്കിലും കുറവുകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കി ആ കുറവുകൾ നികത്തി പ്ലാനിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതാണ് സിമ്പിൾ ആയി പറഞ്ഞ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു സബ്ജക്റ്റില് മെയിൻ ആയിട്ട് 4 ബ്ലോക്സ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ബ്ലോക്കില് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിലെ ബേസിക്സ് കാര്യങ്ങൾ പഠിക്കും, കവർ ചെയ്യും. രണ്ടാമത്തെ ബ്ലോക്കില് ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിലെ മെത്തേഡ്സ് കാര്യങ്ങൾ, ഒരുപാട് മെത്തേഡ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനെയൊക്കെ കുറിച്ചിട്ട് ബ്ലോക്ക് 2-ല് നമ്മൾ കവർ ചെയ്യും. അത് ഡിമാൻഡ് സപ്ലൈ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും അതില്. അതൊക്കെ നമ്മൾ ബ്ലോക്ക് 2-ല് കവർ ചെയ്യും. ബ്ലോക്ക് 3-ല് മെഷർമെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഡിസിഷൻസ്, എന്തൊക്കെ കാര്യങ്ങൾ ഇൻവോൾവ്മെന്റ് വരുന്നുണ്ട് അതില്, അതൊക്കെ നമ്മൾ ബ്ലോക്ക് 3-ല് പഠിക്കും. ബ്ലോക്ക് 4-ല് ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ വരുന്ന ഇപ്പോഴത്തെ ട്രെൻഡ്സ് എന്തൊക്കെയാണ്, ഇഷ്യൂസ് എന്തൊക്കെയാണ്, ചാലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് ബ്ലോക്ക് 4-ല് കവർ ചെയ്യും. ഇനി ഓരോ ബ്ലോക്കിലും കുറച്ച് യൂണിറ്റ്സ് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കാം. ഇപ്പൊ ഇനി ആദ്യത്തെ ബ്ലോക്ക് നമുക്ക് നോക്കാം. ആദ്യത്തെ ബ്ലോക്കില് 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. അതിൽ ആദ്യത്തെ യൂണിറ്റില് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ഈ ബിസിനസ് സ്ട്രാറ്റജിയും ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങും തമ്മിൽ എങ്ങനെയാണ് അലൈൻ ചെയ്യുന്നത്. അതായത് കമ്പനിയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഫ്യൂച്ചറിൽ എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കി നമ്മുടെ ഓൾറെഡി ഉള്ള ഒരു എംപ്ലോയീസ് ഉണ്ടല്ലോ, ആ എംപ്ലോയീസിന്റെ സ്കിൽസ് കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ എന്തൊക്കെ ഇനി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എംപ്ലോയീസിനെ ഓർഗനൈസേഷന്റെ ഗോൾസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് എടുക്കാൻ പറ്റും എന്നൊക്കെ പ്ലാൻ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിനെ കുറിച്ചിട്ടും എന്തൊക്കെ ബിസിനസ് സ്ട്രാറ്റജീസ് അതിലുണ്ട്, എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്, അതൊക്കെ കുറിച്ചിട്ട് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കും. ഇനി സെക്കൻഡ് യൂണിറ്റിൽ വരുമ്പോൾ ലേബർ മാർക്കറ്റ് ഡൈനാമിക്സ്, അതായത് നമ്മളിപ്പോ ഈ എംപ്ലോയീസിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഈ എംപ്ലോയി മാർക്കറ്റിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എക്കണോമിക് കണ്ടീഷൻസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ എന്തെങ്കിലും പാൻഡമിക് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, അതൊക്കെ ഈ എങ്ങനെയൊക്കെയാണ് ഈ ലേബർ മാർക്കറ്റ് ഡൈനാമിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എന്തൊക്കെ ഫാക്ടേഴ്സ് അതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, പിന്നെ ഗവൺമെന്റ് പോളിസീസ് എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യൂണിറ്റ് 2-ല് പഠിക്കും. ഇനി യൂണിറ്റ് 3-ല് വരുമ്പോ ജോബ് അനാലിസിസ്, അതായത് ഓൾറെഡി കറന്റ്ലി വർക്ക് ചെയ്യുന്ന ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും ഓർഗനൈസേഷനിൽ.
അവർക്ക് ഒരുപാട് ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ടാവും. അതിപ്പോ നമ്മളൊരു ജോലിക്ക് ജോയിൻ ചെയ്യണതിന്റെ മുന്നേ തന്നെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ നമുക്ക് തരും. ഇന്ന ഇന്ന കാര്യങ്ങൾ നമുക്ക് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. അതിനനുസരിച്ച് നമുക്ക് സ്പെസിഫിക്കേഷൻസ് ഉണ്ടോ, സ്കിൽസ് കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മളെ ജോലിക്ക് എടുക്കുക. അതേപോലെ ജോബ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഓർഗനൈസേഷന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് പലതരത്തിലുള്ള മെത്തേഡുകൾ, ഇന്റർവ്യൂകള് അല്ലെങ്കിൽ ലോഗ് കൊടുത്തിട്ടോ ക്വസ്റ്റിനേഴ്സ് കൊടുത്തിട്ടൊക്കെ അവരെ ഇവാലുവേറ്റ് ചെയ്യുക. അവർക്ക് എത്രത്തോളം അവര് ഓർഗനൈസേഷന്റെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതുപോലെ അവരുടെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കുക. അവർക്ക് എംപ്ലോയീസിനും കൂടി ഒന്ന് മനസ്സിലാക്കാം അവര് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ, അവരുടെ കാര്യങ്ങളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു എംപ്ലോയിക്ക് ഒരു ഡയറി അല്ലെങ്കിൽ ലോഗ് കൊടുക്കുന്ന സമയത്ത് അവർ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ അതിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ എംപ്ലോയി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുക, ജോബ് അനാലിസിസിൽ. ഇനി അടുത്ത ബ്ലോക്കിൽ വരുന്ന 4 യൂണിറ്റുകളാണ്. അതിൽ ആദ്യത്തെ യൂണിറ്റ് ഹ്യൂമൻ റിസോഴ്സ് ഡിമാൻഡ് അനാലിസിസ്. അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡിമാൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്യൂച്ചറിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തൊക്കെ ആവശ്യങ്ങൾ വരും അതിനനുസരിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണമല്ലോ. അപ്പൊ ഇൻ ഫ്യൂച്ചറിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും, ഫ്യൂച്ചറിൽ എത്രത്തോളം ഡിമാൻഡ് വരും, അതിന് നമ്മുടെ ഇപ്പോഴത്തെ എംപ്ലോയീസ് ഓക്കെ ആണോ, അങ്ങനെയുള്ള ആ കാര്യങ്ങളിലേക്ക് കുറിച്ചിട്ടാണ് നമ്മൾ യൂണിറ്റ് 4 പഠിക്കുക. ഡിമാൻഡ് അനാലിസിസ് ആണ് യൂണിറ്റ് 4. ഇനി ഡിമാൻഡ് അനാലിസിസ് യൂണിറ്റ് 4 ആണെങ്കിൽ യൂണിറ്റ് 5 എന്തായിരിക്കും? സപ്ലൈ അനാലിസിസ്. അതായത് നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്തുള്ള എംപ്ലോയീസ് ആണെങ്കിലും പുറത്തുനിന്ന് നമ്മൾ റിക്രൂട്ട് ചെയ്യണമെന്ന്, അതായത് നമ്മുടെ ഓർഗനൈസേഷന്റെ ആവശ്യങ്ങൾ, ഇൻ ഫ്യൂച്ചർ നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയ, അതായത് ഇന്റേണൽ സോഴ്സസ്, നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഓക്കെ ആണോ, അവർ ക്വാളിഫൈഡ് ആണോ, അതല്ലെങ്കിൽ എക്സ്റ്റേണലി നമുക്ക് ഈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടോ എന്ന് അനലൈസ് ചെയ്യുക. ഇതൊക്കെ ആ എംപ്ലോയി സപ്ലൈനെ അനലൈസ് ചെയ്യുന്ന ഒരു മേഖലയാണ് ഹ്യൂമൻ റിസോഴ്സ് സപ്ലൈ അനാലിസിസ്. അതില് എന്തൊക്കെ പ്രോസസ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്, എന്തൊക്കെ മെത്തേഡ്സ് വരുന്നുണ്ട്, ചാലഞ്ചസ് എന്തൊക്കെയാണ്, അത് ബോത്ത് ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി, അതിനെയൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ യൂണിറ്റ് 5 പഠിക്കുക. ഇനി യൂണിറ്റ് 6 വരുമ്പോ ഹ്യൂമൻ റിസോഴ്സ് മാപ്പിംഗ് സ്റ്റോക്ക് ടേക്കിംഗ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഓർഗനൈസേഷന്റെ അകത്തുള്ള എംപ്ലോയീസിന്റെ സ്കിൽസ് എന്തൊക്കെയാ, കോമ്പിറ്റൻസീസ് എന്തൊക്കെയാ, അതൊക്കെ മനസ്സിലാക്കുക. അതിന്റെ വേണ്ട കാര്യങ്ങൾ, അവരുടെ ഇംപ്രൂവൈസേഷന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക. അതിനെയൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ യൂണിറ്റ് 6 പഠിക്കുക. ദെൻ യൂണിറ്റ് 7 എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? HR പ്ലാൻ ഇതിനനുസരിച്ച് ഫോർമുലേറ്റ് ചെയ്യുക. എന്താണോ കമ്പനിയുടെ ആവശ്യങ്ങൾ, ഫോർകാസ്റ്റിംഗ് എന്തൊക്കെയാണോ അതിനനുസരിച്ചിട്ട് HR പ്ലാനിന് ഫോർമുലേറ്റ് ചെയ്യാം. അതില് പോർട്ട്ഫോളിയോ അനാലിസിസ് വേണം, അതുപോലെ സ്ട്രാറ്റജീസ് വേണം, ഡെവലപ്പ് ചെയ്യണം. ഇതിനൊക്കെ കുറിച്ചിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. ദെൻ അടുത്ത യൂണിറ്റ് അല്ലെങ്കിൽ അടുത്ത ബ്ലോക്കിന്റെ അകത്ത് 3 യൂണിറ്റുകളാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് അനലറ്റിക്സ് ഫോർ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഡിസിഷൻസ്. അതെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഡിസിഷൻസ് ചെയ്യണതിന്റെ മുന്നേ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു അനാലിസിസ് ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങള് വേണം, എന്തൊക്കെ കുറവുകളുണ്ട്, അതെങ്ങനെയൊക്കെ നികത്താം. അതായത് ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും സോഫ്റ്റ്വെയർസിൽ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പുതിയൊരു സോഫ്റ്റ്വെയർ വന്നാൽ അത് എങ്ങനെ ഈ HR അനാലിറ്റിക്സിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ടാലൻസിനെ, എംപ്ലോയീസിനെ എങ്ങനെ മാനേജ് ചെയ്യണം, അവരുടെ ഈ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ, പുതിയൊരു സോഫ്റ്റ്വെയർ വന്നു അവർക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ അതെങ്ങനെ നികത്തണം, അതിനെ കുറിച്ചിട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്യുക. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഡിസിഷൻസ്, അതിന്റെ അനാലിസിസ് ആണ് ഹ്യൂമൻ റിസോഴ്സ് അനലറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ്. ഈ ഓഡിറ്റ് എന്നുള്ള ഒരു ടേം വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫൈനാൻസ് സെക്ടറിലാണ്. അതും തമ്മിൽ പക്ഷെ വളരെയധികം ഡിഫറൻസ് ഉണ്ട്. ഇത് രണ്ടും വ്യത്യാസമാണ്. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HR ഫംഗ്ഷൻസിന്റെ ഇഫക്റ്റീവ്നെസ്, പിന്നെ അവിടുത്തെ നമ്മുടെ ഓരോ ഗവൺമെന്റ് പോളിസീസ് ഉണ്ടാവും, ലേബർ പോളിസീസ് ഉണ്ടാവും. ആ പോളിസീസ് റെഗുലേഷൻസ് ഒക്കെ ഇവിടെ പ്രോപ്പർ ആയിട്ട് എൻഷുർ ചെയ്യുക. അതിനൊക്കെ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം, അതിനെയൊക്കെ കുറിച്ചിട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റിന്റെ അകത്ത് വരുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതും
ഈ ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ് എന്താണ്, അതിന്റെ നീഡ്, പർപ്പസ്, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ അറിഞ്ഞിരിക്കണം, ടൂൾസ് കാര്യങ്ങളൊക്കെ ഇതില് നമ്മൾ പഠിക്കും. ഇനി ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ആണ് അടുത്ത ചാപ്റ്റർ വരിക. ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഓരോ വസ്തുക്കൾ വാങ്ങുമ്പോൾ അതിനൊരു മാർക്കറ്റ് വാല്യൂ ഉള്ളതുപോലെ തന്നെ ഓരോ എംപ്ലോയീസിനും പുറത്തൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും. അതായത് അവരുടെ സ്കിൽസ്, അവരുടെ ക്യാപ്പബിലിറ്റീസ് നമ്മുടെ ഓർഗനൈസേഷനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, എത്ര ഇമ്പാക്ട് ഉണ്ടാക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് എന്നനുസരിച്ചിട്ട് ഓരോ എംപ്ലോയീസിനും ഒരു ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂ ഉണ്ടാവും. അതിനെയൊക്കെ കുറിച്ചിട്ട് പഠിക്കുന്ന ടോപ്പിക്കാണ്, ആ ചാപ്റ്റർ ആണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെയാണ് പഠിക്കുക. അത് കഴിഞ്ഞ് ലാസ്റ്റ് ബ്ലോക്ക് വരുന്നത് കണ്ടംപററി ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. അതായത് ഇതുവരെ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണ്, അതിൽ വരുന്ന കാര്യങ്ങൾ, പ്രോസസ് ഒക്കെ നോക്കിക്കഴിഞ്ഞു. ഇനി നമ്മൾ ലാസ്റ്റ് പഠിക്കുക ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിലെ ട്രെൻഡ്സ് എന്തൊക്കെയാണ്. ട്രെൻഡ്സ് എന്ന് പറയുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ വരുന്ന കാര്യങ്ങൾ വരാം, ഇന്ത്യൻ സിനാരിയോ എന്താണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാൻഡമിക് സിറ്റുവേഷൻ വരുമ്പോ അത് വരുന്നതിന്റെ മുന്നേ ഉള്ളതും വന്നതിന് ശേഷമുള്ളതും ആ ഉള്ള സമയത്തും ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും. അത് നമ്മുടെ HR പ്ലാനിങ്ങിനെ എങ്ങനെയാണ് റീഷേപ്പ് ചെയ്യുന്നത് അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ യൂണിറ്റ് 11 പഠിക്കും. ട്രെൻഡ്സിനെ കുറിച്ചിട്ട് യൂണിറ്റ് 11 പഠിക്കും. ലാസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിക്കുക ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന് ഒരുപാട് ഇഷ്യൂസ്, ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അതിനെയൊക്കെ കുറിച്ചിട്ട് ആ യൂണിറ്റ് 12 പഠിക്കുക. അതിപ്പോ ഈ ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, ഇപ്പൊ AI പോലുള്ള സംഭവങ്ങൾ വരുന്ന സമയത്ത് എങ്ങനെയാണ് HR പ്ലാനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പലതരത്തിലുള്ള വർക്ക് ഫോഴ്സ് വരുന്ന സമയത്ത് പല കൾച്ചർ ഡിഫറൻസ് വരും, അതൊക്കെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതിനെയൊക്കെ കുറിച്ചിട്ട് നമ്മൾ യൂണിറ്റ് 12 പഠിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റില് കവർ ചെയ്യാൻ പോകുന്നത്. 12 യൂണിറ്റ്സ് ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഇതിനെയൊക്കെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ തരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇൻ ഫ്യൂച്ചർ പഠിക്കും അതിനെയൊക്കെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻട്രഡക്ഷൻ ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചത്. അതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് എന്താന്ന് നോക്കാം. അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ അതുവരെ എല്ലാവർക്കും താങ്ക്സ്.